അദ്ധ്യായം 1 ജീവികളും ചുറ്റുപാടും വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പക്ഷികൾക്ക് ഉദാഹരണം നൽകുക. മലമുഴക്കി വേഴാമ്പൽ, അങ്ങാടിക്കുരുവി. ആമ്പലിന് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ സഹായിക്കുന്നത് എന്താണ്? തണ്ടുകളിലെ വായു അറകൾ. കാട്ടിലെ കർഷകൻ എന്നറിയപ്പെടുന്ന കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പൽ. വംശനാശഭീഷണി നേരിടുന്ന ജീവികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം ഏതാണ്? റെഡ് ഡാറ്റ ബുക്ക്, റെഡ് ഡേറ്റ ബുക്ക്. മണലിൽ പുതഞ്ഞുപോകാത്ത പരന്ന പാദങ്ങളുള്ള ജീവി ഏതാണ്? ഒട്ടകം. ശ്വാസകോശം വഴി ശ്വസിക്കുന്നത് ഏതുതരം ജീവികളാണ്? കരയിൽ ജീവിക്കുന്ന ജീവികൾ. ഇലകൾക്ക് മെഴുകുപോലുള്ള ആവരണമുള്ളത് ഏത് തരം സസ്യങ്ങൾക്കാണ്? ജലത്തിൽ വളരുന്ന സസ്യങ്ങൾക്ക്. പുള്ളിമാനിന്റെ ആവാസം ഏതാണ്? വനം. പെൻഗ്വിനിന്റെ ആവാസം ഏതാണ്? ധ്രുവപ്രദേശം. തിമിംഗലത്തിന്റെ ആവാസം ഏതാണ്? സമുദ്രം. ആവാസവ്യവസ്ഥകളുടെ സംരക്ഷണം നമ്മുടെ കടമയാകുന്നത് എന്തുകൊണ്ട്? ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ആവാസവ്യവസ്ഥകൾ ആധാരമാണ്. മുൻകരുതലുകൾ എടുക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ്? പ്രകൃതി ദുരന്തങ്ങളിൽ ജീവനും പരിസ്ഥിതിക്കും സംരക്ഷണം നൽകാൻ. പ്രകൃതി ദുരന്തങ്ങൾക്ക് ഉദാഹരണങ്ങൾ നൽകുക. ഉരുൾപൊട്ടൽ, ഭൂകമ്പം, വെള്ളപ്പൊക്കം, കാട്ടുതീ, സുനാമി. ജലമലിനീകരണം ജലജീവികളെ എങ്ങനെ ബാധിക്കുന്നു? ജലത്തിലെ ഓക്സിജൻ കുറയുകയും ജീവന് ഭീഷണിയാവുകയും ചെയ്യുന്നു. ജലമലിനീകരണത്തിന്റെ പ്രധാന കാരണങ്ങൾ ഏവ? വ്യവസായ മാലിന്യങ്ങൾ, വീട്ടുമാലിന്യങ്ങൾ, പ്ലാസ്റ്റിക്, കീടനാശിനികൾ. വായുമലിനീകരണം കൊണ്ടുള്ള ദോഷഫലങ്ങൾ എന്തെല്ലാം? മനുഷ്യനും മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും ഹാനി. ആഗോളതാപനം, ആസിഡ് മഴ, ഓസോൺ പാളി നാശം. മണ്ണ് മലിനീകരണത്തിന് കാരണമാകുന്ന 2 കാര്യങ്ങൾ ഏവ? അമിത കീടനാശിനി ഉപയോഗം, അമിത രാസവളങ്ങൾ. കർഷകമിത്രം എന്ന് വിളിക്കപ്പെടുന്നത് ഏത് ജീവിയെയാണ്? മണ്ണിര. മനുഷ്യന്റെ ഇടപെടലുകളിൽ ആവാസവ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്നവ ഏവ? കുന്നിടിക്കൽ. കീടനാശിനികളുടെ അമിത ഉപയോഗം, വയൽ നികത്തൽ, മലിനീകരണം. കുന്നുകൾ ആവാസവ്യവസ്ഥയെ എങ്ങനെയാണ് സഹായിക്കുന്നത്? മഴവെള്ളം സംഭരിച്ച് കിണറുകൾക്കും അരുവികൾക്കും വയലുകൾക്കും നൽകുന്നു, ചൂട് കുറക്കുന്നു. മനുഷ്യനിർമ്മിത ആവാസങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏവ? വയൽ, സ്കൂളിലെ ജൈവവൈവിധ്യ ഉദ്യാനം, അക്വേറിയം. പ്രകൃതിദത്ത ആവാസങ്ങൾക്ക് ഉദാഹരണങ്ങൾ നൽകുക. വനം, പുഴ, കുളം, കടൽ. കങ്കാരു എലിക്ക് ആവശ്യമായ ജലം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ധാന്യങ്ങളും വിത്തുകളും ശരീരത്തിലെ കൊഴുപ്പും. വെള്ളം കുടിക്കാതെ ജീവിക്കാൻ കഴിയുന്ന മരുഭൂമിയിലെ ചെറിയ ജീവി ഏതാണ്? കങ്കാരു എലി. പെൻഗ്വിനുകളെ അതിശൈത്യത്തിൽ നിന്ന് സംരക്ഷിക്കുന്നത് എന്താണ്? ത്വക്കിനടിയിലെ കൊഴുപ്പ്. ഒട്ടകത്തിന് മരുഭൂമിയിൽ ജീവിക്കാൻ സഹായകമായ അനുകൂലനം എന്താണ്? മുതുകിലെ കൊഴുപ്പ്. മരുരുഹങ്ങളുടെ പ്രധാന അനുകൂലനങ്ങൾ എന്തെല്ലാം? ചെറിയ ഇലകൾ, മുള്ളുകൾ, കട്ടിയുള്ള തണ്ടുകൾ, ആഴത്തിലുള്ള വേരുകൾ, ജലനഷ്ടം തടയുന്ന മെഴുക്. മരുഭൂമിയിലെ സസ്യങ്ങളെ എന്തു പേരിലാണ് വിളിക്കുന്നത്? മരുരുഹങ്ങൾ, സിയറോഫൈറ്റ്സ്. തവളയുടെ അനുകൂലനങ്ങൾ എന്തെല്ലാം? വിരലുകൾക്കിടയിലെ ചർമ്മബന്ധനം വെള്ളത്തിൽ നീന്താൻ സഹായിക്കുന്നു. കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്ന ജീവികൾക്ക് ഉദാഹരണം നൽകുക. തവള, ഞണ്ട്. നീർക്കോലി. മത്സ്യങ്ങൾ എങ്ങനെയാണ് ശ്വസിക്കുന്നത്? ചെകിളപ്പൂക്കളുടെ സഹായത്തോടെ. ജലത്തിൽ ജീവിക്കാൻ മത്സ്യങ്ങളെ സഹായിക്കുന്ന അനുകൂലനങ്ങൾ എന്തെല്ലാം? ശരീര ആകൃതി, ചിറകുകൾ, ചെതുമ്പലുകളുടെ ക്രമീകരണം. വഴുവഴുപ്പ്. അനുകൂലനം എന്ന് പറയുന്നത് എന്താണ്? ജീവിക്ക് അവന്റെ ആവാസത്തിൽ ജീവിക്കാൻ സഹായിക്കുന്ന സവിശേഷത. വലിയ ആവാസവ്യവസ്ഥകൾക്ക് ഉദാഹരണങ്ങൾ ഏവ? വനം, പുൽമേട്, മരുഭൂമി, കടൽ, ധ്രുവപ്രദേശം. ചെറിയ ആവാസവ്യവസ്ഥകൾക്ക് ഉദാഹരണങ്ങൾ നൽകുക. മരം, വയൽ, കുളം, അരുവി, കുന്ന്, കാവ്. ഒരു ആവാസവ്യവസ്ഥയിലെ ജീവനില്ലാത്ത ഘടകങ്ങൾ ഏവ? മണ്ണ്, വായു, ജലം, സൂര്യപ്രകാശം. ഒരു ആവാസവ്യവസ്ഥയിലെ ജീവനുള്ള ഘടകങ്ങൾ ഏവ? സസ്യങ്ങൾ, മൃഗങ്ങൾ, സൂക്ഷ്മജീവികൾ. ആവാസവ്യവസ്ഥ, ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ജീവനുള്ളവയും ജീവനില്ലാത്തവയും പരസ്പരം ആശ്രയിച്ച് ജീവിക്കുന്ന ചുറ്റുപാട്. ആവാസങ്ങൾക്ക് ഉദാഹരണങ്ങൾ നൽകുക. കുളം, പുഴ. വയൽ, വനം. ആവാസം, ഹാബിറ്റാറ്റ് എന്താണ്? ജീവി ജീവിക്കുന്ന ചുറ്റുപാടാണ് ആവാസം. അദ്ധ്യായം 2 ഇന്ത്യ എന്റെ രാജ്യം. വിദേശികൾ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നത് എന്തിനുവേണ്ടിയാണ്? ഏലം, കുരുമുളക് തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളും പട്ട്,
പരുത്തി തുടങ്ങിയ തുണിത്തരങ്ങളും കച്ചവടം ചെയ്യാനായാണ്. ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ഇന്ത്യയിൽ ഭരണം സ്ഥാപിച്ചത്? നാട്ടുരാജാക്കന്മാർ തമ്മിൽ കലഹങ്ങൾ മുതലെടുത്തും മികച്ച ആയുധങ്ങൾ ഉപയോഗിച്ചും. ഉപ്പുസത്യാഗ്രഹം 1930 എന്തായിരുന്നു? ഉപ്പിന്മേൽ നികുതി ചുമത്തലിനെതിരെ ഗാന്ധിജി നടത്തിയ സമരം. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ 1942 പ്രാധാന്യം എന്തായിരുന്നു? ഇന്ത്യ വിടുക മുദ്രാവാക്യമുയർത്തി ഗാന്ധിജി നയിച്ച ശക്തമായ സമരം. കേരളത്തിൽ ഉപ്പുസത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കേളപ്പൻ. കേരള ഗാന്ധി. ഗാന്ധിജിയെക്കുറിച്ച് പറയുക. യഥാർത്ഥ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, ബാപ്പുജി എന്ന് വിളിച്ചു. സത്യവും അഹിംസയും ആധാരമായ നേതാവ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. നവംബർ 14 ശിശുദിനമായി ആഘോഷിക്കുന്നു. ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ ആരാണ്? സർദാർ വല്ലഭ്ഭായി പട്ടേൽ. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയിലേക്ക് ലയിപ്പിച്ചു. നേതാജിയും അതിർത്തി ഗാന്ധിയും ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. നേതാജി. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എപ്പോഴാണ്? 1947 ഓഗസ്റ്റ് 15. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? ഡോക്ടർ ഭീംറാവു രാംജി അംബേദ്കർ. ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 റിപ്പബ്ലിക് ദിനം. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഭാഷയുടെ അടിസ്ഥാനത്തിൽ. നാനാത്വത്തിൽ ഏകത്വം എന്നത് എന്താണ്? വ്യത്യസ്ത ഭാഷ, വേഷം, കല, ആചാരം ഉണ്ടായിട്ടും ഇന്ത്യക്കാർ എന്ന നിലയിൽ ഒന്നാകുന്നത്. നമ്മുടെ ദേശീയഗാനം ഏതാണ്? ആരാണ് രചിച്ചത്? ജനഗണമന. രവീന്ദ്രനാഥ ടാഗോർ. നമ്മുടെ ദേശീയമുദ്രയെക്കുറിച്ച് പറയുക. സാരനാഥിലെ അശോകസ്തംഭം, 4 സിംഹങ്ങൾ, സത്യമേവ ജയതേ. നമ്മുടെ ദേശീയഗീതം ഏതാണ്? വന്ദേമാതരം. ബങ്കിം ചന്ദ്ര ചാറ്റർജി.